എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനുക്കൂറിൽ ജനിച്ചവർക്ക് വർഷം തുടങ്ങുമ്പോൾ ഗ്രഹനില അത്ര അനുകൂലമല്ലെന്ന് മാത്രമല്ല, മാർച്ച് 29 തീയതി മുതൽ ശനി ഭഗവാൻ മീനക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി കാലവും തുടങ്ങുന്നതാണ്. പൊതുവെ ഇത് അത്ര നല്ല സമയമല്ലെങ്കിലും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് ശനി മാറുന്നതിനാൽ മറ്റുള്ള രാശികളെ അപേക്ഷിച്ച് ധനുക്കൂറുകാർക്ക് ദോഷഫലങ്ങൾ കുറവായിരിക്കും. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മടിയുണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന് ശേഷം മാറുന്നതാണ്. രാഹുകേതു മാറ്റവും അനുകൂലമായതിനാൽ മെയ് മാസം മുതൽ ധനുക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ അധികം ലഭിക്കുന്നതാണ്. 7-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത, ജോലിയിൽ പുരോഗതി, ഉയർന്ന സ്ഥാനലബ്ധി, അധികാരം, സ്വാധീനം, ചിന്താശേഷി വർദ്ധിക്കുക ഇതുപോലെയുള്ള നിരവധി ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് വിവാഹിതരാകാൻ യോഗമുണ്ടാകും. ചിലർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയവിവാഹം നടക്കും. പങ്കാളിയിൽ നിന്ന് സഹായവും പിന്തുണയും ലഭിക്കും. സന്താനങ്ങളുടെ ഭാവിയും സുരക്ഷിതമാകും. എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ, സ്വർണം തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. വ്യാപാരത്തിലും തൊഴിൽ രംഗത്തും ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്ക് ശമനമുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങളും ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും പിന്തുണയും ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. രാഹുകേതു മാറ്റത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം, വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ, ഭവനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പോലെയുള്ള നിരവധി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വർഷം തുടങ്ങുമ്പോൾ ഗ്രഹനില അനുകൂലമല്ലെങ്കിലും മെയ് മാസം മുതൽ ധനുക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ അധികം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.